NCERT +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിൻ്റെ പേര് തന്ത്രപൂർവ്വം ഒഴിവാക്കി. 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം വരുത്തിയ മാറ്റങ്ങളെന്നാണ് NCERTയുടെ വിശദീകരണം. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നിതിൻ അംബുജൻ റിപ്പോർട്ടുമായി വരുന്നു. നിതിൻ അംബുജൻ, ഗുഡ് മോർണിംഗ്, പറയൂ. നേരത്തെയും ഇത്തരത്തിൽ ചരിത്രത്തെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം NCERTയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും തന്നെ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് എന്ന പേരിന് പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നിപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഇത്തരം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായ മാറ്റം എന്നാണ് ഇതിനെ NCERT നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, നേരത്തെ ബാബറി മസ്ജിദ് എന്നൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ഇതിനു മുൻപ് ഈ പാഠപുസ്തകം ഇറങ്ങിയ സമയത്തൊക്കെ അത്തരമൊരു വിശേഷണമാണ് നൽകിയത്. എന്നാൽ ഇപ്രാവശ്യമാണെങ്കിൽ രാമജന്മഭൂമിയിൽ നിർമ്മിച്ച 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് ഈ പുതിയ പുസ്തകത്തിൽ പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്ന പഴയതെല്ലാം തന്നെ പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ബാബറി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ട ചില പത്രവാർത്തകളടക്കം ഉൾക്കൊള്ളിച്ചായിരുന്നു പഴയ പാഠപുസ്തകം. അതെല്ലാം തന്നെ ഇക്കുറി മാറ്റി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പഴയ പാഠപുസ്തകത്തിൽ വിശദമായി തന്നെ ഈ ബാബറി മസ്ജിദിന്റെ ചരിത്രമടക്കം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര, അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ, അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, കൂടാതെ ഈ പള്ളി തകർത്ത് പിന്നാലെ ഉണ്ടായ കലാപമടക്കം എല്ലാം തന്നെ പല ഘട്ടങ്ങളിലും ഈ പാഠപുസ്തകത്തിലടക്കം സൂചിപ്പിച്ചിരുന്നു. കൂടാതെ കല്യാൺ സിംഗിനെതിരെ സുപ്രീം കോടതി നടപടി, ഇതെല്ലാം തന്നെ ഇക്കുറി ഇപ്പോഴത്തെ പുതിയ പാഠപുസ്തകത്തിൽ ഒഴിവാക്കി എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, നേരത്തെ അയോധ്യ ബന്ധപ്പെട്ട് NCERT എടുത്ത നിലപാട് ഇതെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് പൂർണ്ണമായും ഒഴിവാക്കി അത് 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്ന് ഇപ്പോൾ പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ചർച്ചയായി തന്നെ ഈ ഒരു NCERTയുടെ ഈ പുതിയ പാഠപുസ്തകത്തിലെ ഈ പേരുമാറ്റമടക്കം ചർച്ചയായിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ NCERT നൽകുന്ന വിശദീകരണം. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമോ അതോടൊപ്പം തന്നെ അപ്പോഴത്തെ സംഭവവികാസങ്ങൾ സംബന്ധിച്ചുള്ള ചിത്രങ്ങളടക്കം ആയിരുന്നു പഴയ പാഠപുസ്തകം. അതെല്ലാം തന്നെ പൂർണ്ണമായും നീക്കിയാണ് പുതിയ പേരുകളിൽ ഇത്തരത്തിൽ പാഠപുസ്തകം ഇറക്കിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.